ഈ ഒരാളുടെ കണ്ടുപിടുത്തത്തിലൂടെ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ജീവനാണ് രക്ഷിക്കാൻ സാധിച്ചത്. ദിസ് ഈസ് അനദർ ഡേ ഓഫ് ഷെയറിംഗ് സിമ്പിൾ സ്റ്റോറീസ് വിത്ത് വാല്യുബിൾ ലെസൺസ്. ഇദ്ദേഹമാണ് നിൽസ് ബോളിസ്. 1958 വോൾവോയുടെ ചീഫ് സേഫ്റ്റി എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. അക്കാലത്ത് പ്രതിവർഷം 30,000-ലധികം ആളുകളാണ് കാർ ആക്സിഡന്റിലൂടെ മരണപ്പെട്ടിരുന്നത്. കാരണം അന്നുള്ള കാറുകളിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് സിസ്റ്റം ഇല്ലായിരുന്നു. അക്കാലത്ത് വോൾവോ കമ്പനിയുടെ സിഇഒയുടെ റിലേറ്റീവിന്റെ ജീവനും ഇതുപോലുള്ള ഒരു ആക്സിഡന്റിലൂടെ നഷ്ടപ്പെടുകയാണ്. അക്കാലത്ത് കാർ ആക്സിഡന്റിലൂടെ ആളുകളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വലിയ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വോൾവോയുടെ ടീം തീരുമാനിക്കുകയാണ്. അങ്ങനെ 1959 നിൽസ് ബോൾസ് എന്ന വ്യക്തി ആദ്യത്തെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു സീറ്റ് ബെൽറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വോൾവോയുടെ PV544 എന്ന കാർ മോഡലിലാണ്. വോൾവോയുടെ ടീം ഈ ഒരു സീറ്റ് ബെൽറ്റിന് പേറ്റന്റ് എടുക്കാതെ മറ്റു കാറുകൾക്ക് സീറ്റ് ബെൽറ്റ് സിസ്റ്റം യൂസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണ്. എന്നാൽ ഏതൊരു കണ്ടുപിടുത്തത്തിന് തുടക്കം പോലെ ആളുകൾ ഈ ഒരു സീറ്റ് ബെൽറ്റിനെ എതിർക്കുകയാണ്. പല ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതാകുകയും അവർ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്ത് കളയുന്ന അവസ്ഥ വരെ എത്തുകയുണ്ടായി. എന്നാൽ 1970 കാർ ആക്സിഡന്റ് മരണം കൂടി വന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് ബെൽറ്റ് മാൻഡേറ്ററി ആക്കുകയാണ്. പിന്നീട് ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള കാർ ഉപയോഗിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് മാൻഡേറ്ററി ആക്കുകയാണ്. വോൾവോയുടെ ഈ ഒരു ഇന്നോവേറ്റീവായ കണ്ടുപിടുത്തത്തിലൂടെ 10 ലക്ഷത്തിലധികം ആളുകളുടെ ജീവനാണ് രക്ഷിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് സീറ്റ് ബെൽറ്റിന്റെ ചരിത്രം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക.